കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് വിലക്കിയത് രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണെന്നാണ് വിവരം. CJP പ്രവർത്തനം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് IT മന്ത്രാലയം കണക്കാക്കുന്നു. അതിനിടെ 18 മില്യൺ ഫോളോവേഴ്സുമായി ഇൻസ്റ്റാഗ്രാമിൽ തരംഗം തീർക്കുകയാണ് ഇപ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടി. വിവരങ്ങളുമായി അഖില CP ആണ് ചേരുക. അഖില, ആദ്യം BJPയുടേത്, പിന്നീട് കോൺഗ്രസിൻ്റേത്, രണ്ട് പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളുടെയും ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടുകളിലെ ഫോളോവേഴ്സിനേക്കാൾ ഒരുപാട് നമ്പർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം രാഷ്ട്രീയമായിട്ടതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും വിവാദങ്ങളും ഒക്കെ തുടരുന്നുമുണ്ട്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? സനീഷ്, അങ്ങനെ തന്നെയാണ്. അതായത് 2 കോടിയിലേക്കാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സ് കടക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് കൂടുന്നത് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയെയും കോൺഗ്രസിൻ്റെയും എല്ലാം ഔദ്യോഗിക ഹാൻഡിലുകളുടെ ഫോളോവേഴ്സിനെ CJP മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2 കോടിയുള്ള ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നത് വെറും 4-5 ദിവസത്തിനുള്ളിലാണ് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഇതുപോലെ തന്നെ എക്സ് അക്കൗണ്ടിൽ കഴിഞ്ഞ ദിവസം ഈ CJPയുടെ എക്സ് അക്കൗണ്ടിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. IT മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എക്സ് ഇത്തരത്തിൽ ഇവരുടെ അക്കൗണ്ടിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. അത് ഏകദേശം 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് ആയിരുന്നു. അതിനാണ് നിരോധനം ഏർപ്പെടുത്തിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. അതായത് ആ അക്കൗണ്ടിലൂടെ നിരന്തരമായി പ്രകോപനപരമായിട്ടുള്ള കണ്ടന്റുള്ള വീഡിയോസും ആശയങ്ങളുമാണ് പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല ഇത് വലിയ രാജ്യത്തിന് സുരക്ഷാ ഭീഷണിയാണ് എന്നുള്ളൊരു ഇന്റലിജൻസ് വിവരത്തിന്റെ, രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു IT മന്ത്രാലയം അതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അതിനെതിരെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. പക്ഷെ അവർ അതുകൊണ്ടും അവരെ നിശബ്ദരാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കോക്രോച്ച് ജനതാ പാർട്ടി ഈസ് ബാക്ക് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പുതിയ അക്കൗണ്ട് തുറന്നു. അതിനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാകുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ വലിയ തരംഗമാവുകയാണ് രാജ്യത്ത് CJP എന്ന് പറയുന്ന പാർട്ടി. മാത്രമല്ല CJPക്ക് പകരം, അല്ലെങ്കിൽ CJPക്ക് എതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പുതിയൊരു പാർട്ടി കൂടെ രൂപീകരിച്ചിരിക്കുകയാണ്. OJP എന്നാണ്, ഓഗി ജനതാ പാർട്ടി എന്നാണ് പേര്. അതായത് ഈ CJP എന്ന് പറയുന്നത് ഈ തൊഴിലില്ലാത്ത കുറച്ച് യുവാക്കളുടെ കൂട്ടായ്മയാണെന്നും പാറ്റകളെ നിരോധിക്കുകയാണ്, അല്ലെങ്കിൽ പാറ്റകളെ പൂർണ്ണമായും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നുമാണ് OJP അവകാശപ്പെടുന്നത്. അത്തരത്തിൽ വാദങ്ങളും പ്രതിവാദങ്ങളും തുടരുകയാണ്. നിരവധി പേർ CJPക്ക് അനുകൂലമായി, CJPയുടെ ഈ പറയുന്നത് പോലെ നിരവധി നേതാക്കൾ, MA ബേബി അടക്കം, ജോൺ ബ്രിട്ടാസ് അടക്കം, ശശി തരൂർ അടക്കമുള്ളവർ ഇതിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു. NDA ഭരണത്തിന് കീഴിൽ ജനങ്ങൾ രോഷാകുലരാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയധികം പിന്തുണ ലഭിക്കുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് നേതാക്കളെല്ലാം നൽകുന്നത്. എന്തായാലും 2 കോടിയിലേക്ക് അടുക്കുകയാണ് CJPയുടെ ഫോളോവേഴ്സ്. സനീഷ്, ശരി, നന്ദി അഖില വിവരങ്ങൾക്ക്. ഏതായാലും 86 ലക്ഷത്തോളമാണ് ഇൻസ്റ്റാഗ്രാമിൽ BJPയുടെ ഫോളോവേഴ്സിൻ്റെ നമ്പർ. 1,10,00,000-ഓളമാണ് കോൺഗ്രസിൻ്റേത്. ഇപ്പോൾ അതിനെല്ലാം കടത്തി വെട്ടിയിട്ട് 2 കോടിയോളം ആളുകൾ ഫോളോ ചെയ്യുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ CJPയെ. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ നമ്പർ മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് രാജ്യത്താകെ ചർച്ചയാകുന്ന തരത്തിലേക്ക് ഒരു വലിയ മുന്നേറ്റമാണ് CJP, കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്.